നമസ്കാരം. ഈ ജൂലൈ 27 LDC പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുറച്ച് കുട്ടികൾ, ഈ കുറച്ച് കൂട്ടുകാർ ഇന്ന് വിളിച്ചിരുന്നു. അവരൊരു ആശങ്കയാണ് പങ്കുവെച്ചത്. അതായത് അവർ പഠിച്ചിട്ടും തീരുന്നില്ല. പരീക്ഷ ഇതാ കൺമുന്നിൽ വന്ന് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇനിയൊരു മാർഗം എന്ന രീതിയിൽ അവർ ചോദിച്ചു. അവർ ചോദിച്ചപ്പോൾ വളരെയധികം ആശങ്കയാണ് അവർക്ക്. അതായത് പഠിച്ച് തീർക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാര്യം പരീക്ഷ ആ മുഹൂർത്തത്തിൽ എത്തുന്നതുവരെ കാത്തിരിക്കും. പഠനം എന്ന് പറയുന്നത് നാളെ എന്ന രീതിയിൽ നീട്ടിവെക്കും. അവസാനം പരീക്ഷയും സമയവും ഹാൾ ടിക്കറ്റും എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയമാകുമ്പോഴായിരിക്കും പലർക്കും ഒരു തീവ്രത ഉണ്ടാവുക. ആ സമയത്ത് മൂട്ടിൽ തീ പിടിച്ച റോക്കറ്റിനെ പോലെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരായിരിക്കും പലരും ഉള്ളത്. പക്ഷേ എത്രത്തോളം അത് എഫക്റ്റീവ് ആകും എന്ന് പലർക്കും ആശങ്കയുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കൂട്ടുകാർ സംശയം മുഖേന ചോദിച്ചതും. അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, അത് പൊതുവായിട്ട് പങ്കുവയ്ക്കുകയാണ്. കുറച്ച് പ്രയോജനകരമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പഠിച്ച് തീർന്നിട്ടില്ല. നമുക്ക് പഠിച്ച് തീർക്കാനുള്ള സിലബസ് എത്ര മാർക്കിൻ്റെ സിലബസാണ് നമുക്കുള്ളത്? നമുക്ക് പഠിച്ച് തീർക്കുവാനുള്ള സിലബസ് എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ സിലബസാണ് നമുക്ക് ഉള്ളത്, അല്ലേ? പഠിച്ച് തീർക്കാനുള്ള സിലബസ് ഇതാണ് നമുക്കുള്ളത്. നമുക്കുള്ള ചോദ്യവും ഇത്രയുമാണ് നമുക്കുള്ളത്, അല്ലേ? മാർക്ക് എന്ന് വെച്ചാൽ പല ഡിവിഷനുകളിലായിട്ടാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം, അല്ലേ? 10 മാർക്കിൻ്റെ 3 സെഗ്മെൻ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. മലയാളവും ഏതൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, മാത്സാണ്, അല്ലേ? പിന്നെ നമുക്ക് 5 മാർക്ക് വീതമുള്ള 4 വിഷയങ്ങളുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? അതേതാണ്? അത് എക്കണോമിക്സ്, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ, കേരള ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ECAK എന്നുള്ള വിഷയമാണുള്ളത്, അല്ലേ? പിന്നെ ഉള്ളത് 20 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് നമുക്കുണ്ട്, അല്ലേ? അപ്പോൾ എത്രയായി? 30, അല്ലേ? 70 മാർക്ക് തന്നെ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെയുള്ള മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 15 മാർക്ക്. 15 മാർക്ക് വീതമുള്ള, അല്ലേ? 15 മാർക്ക്, അതായത് 3 മാർക്ക് വീതമുള്ള 5 വിഷയങ്ങളുള്ളത് നമുക്കറിയാം. അതെന്തായിരിക്കാം? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പബ്ലിക് ഹെൽത്ത്, പിന്നെ ഉള്ളത് ഇൻഫർമേഷൻ ടെക്നോളജിയാണുള്ളത്. പിന്നെ 5 മാർക്ക് വീതം വരുന്ന വിഷയങ്ങൾ എത്രയാണ്? 2 ഉണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തായിരിക്കും? 5 മാർക്ക് വീതമുള്ള കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ ഏതാണുള്ളത്? വേൾഡ് ഹിസ്റ്ററി. ഇത് 3നും കൂടിയിട്ട് എത്ര മാർക്കുകൾ? 5 മാർക്കുകൾ. പിന്നെ 5 മാർക്ക് എന്തായിരിക്കാം? കേരള, വേൾഡ്, ഇന്ത്യ, ജോഗ്രഫിയാണ്. പിന്നെ ഒരു 5 മാർക്കുള്ളത് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഡിവിഷനിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 മാർക്കാണ്. ഇത്രയും വലിയ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പലരുടെയും ആശങ്ക. റിവിഷൻ പോലും നടത്താൻ സമയമില്ലാത്തപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? നമ്മളുടെ ലോജിക്ക് ഉപയോഗിക്കേണ്ടത്. ലോജിക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ലോജിക്ക്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അപ്ലൈ ചെയ്യാറില്ല, അല്ലേ? അപ്ലൈ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലോജിക്ക് ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ സമയം കളയുന്നു. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എത്രയാണ്? 100 മാർക്കിനാണ് ചോദ്യം വരുന്നത്, നമുക്കറിയാം, അല്ലേ? PSC പരീക്ഷയുടെ കട്ട് ഓഫ് പരീക്ഷ ഇപ്പോൾ നടക്കുന്ന നിലവാരത്തിലാണെങ്കിൽ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിലവാരം നമുക്കറിയാം ഹൈ സ്റ്റാൻഡേർഡ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 60 മാർക്ക് മുതൽ 65 മാർക്ക് വരെ നമുക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടിയിരിക്കും. 60നും 65നും ഇടയിലാണ് നമ്മുടെ മാർക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതായത് നിയമനം 500-ൽ താഴെയാണെങ്കിൽ ഒരു 60-65 മാർക്ക് നമുക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഓരോ ജില്ലകളിലും. അപ്പോൾ അത്രയും മാർക്ക് നമുക്ക് നേടേണ്ടി വരുന്നത് ഈ 100 ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്ക് നേടേണ്ടി വരിക. അതിന് നമ്മൾ ബില്ലിംഗ് ആണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത്, അല്ലെ, ടൈം എന്ന് പറയുന്നതാണ് വില്ലനായിട്ടിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും പഠിച്ചെത്തണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന ഐഡിയ എന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ലോജിക് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയുള്ളൂ. അതായത് ഒരു 80-20 പോളിസി ഉണ്ട്. 80-20 പോളിസി അല്ലെങ്കിൽ 20-80 പോളിസി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കേട്ട് കാണും, അല്ലേ? അതായത് രാജ്യത്തെ 80% ജനങ്ങളും ദരിദ്രരാണെങ്കിലും 20% ജനങ്ങൾ എന്ന് പറയുന്നത് ആരായിരിക്കും? സമ്പൽ സമൃദ്ധിയുള്ള ആൾക്കാരായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ നമ്മൾ നോക്കിയാൽ നമുക്ക് ആ 80-20 പോളിസിയോടെ അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു 80% ടോപ്പിക്കുകൾ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. ബാക്കി 20% അല്ലെങ്കിൽ 20 മാർക്ക് എന്ന് പറയുന്നത് ചെയ്യുക? പഠിക്കാതെ പോവുക. കാര്യം നമ്മൾ 100% പഠിച്ചിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരിക്കലും ഈ 100 ചോദ്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ അനാവശ്യമായിട്ട് നമുക്ക് അറിയാൻ പാടില്ലാത്ത, നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എന്ന് കരുതുന്ന വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്സ് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ കാണും.
അവർക്ക് ഈ സയൻസ് എന്ന് പറയുന്നത് 3 സയൻസ് കിടപ്പുണ്ട്, 15 മാർക്കിൻ്റെ സയൻസ് കിടപ്പുണ്ട്. ആ 15 മാർക്കിൻ്റെ സയൻസ് എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ സയൻസ്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കാൻ നേരത്തും ആർട്സ് വിഷയം പഠിച്ച ആളുകൾക്ക് ഇതിൽ ചിലത് ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ കിട്ടിയേക്കും. അതായത് പബ്ലിക് ഹെൽത്തോ ബയോളജി, IT അങ്ങനെ എന്തെങ്കിലും കിട്ടിയേക്കും. സമയം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് കരുതുന്നത്. അതിന് വേണമെങ്കിൽ ശ്രമിക്കാം. ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി ഇതിനകത്ത് നിന്ന് ചിലതെല്ലാം നമുക്ക് ഇങ്ങനെ വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ സയൻസിൽ നിന്നൊരു 3 ടോപ്പിക്ക് വെട്ടിയാൽ 9 മാർക്കേ പോവുകയുള്ളൂ. അത് പഠിക്കണ സമയം നമുക്ക് മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഏതെങ്കിലും ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്, അല്ലേ? ഇനി ഇതേപോലെ സയൻസ് എടുത്ത് പഠിച്ച ആൾക്കാരുണ്ടാകും. അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം എന്ന് വെച്ചാൽ ഈ ഹിസ്റ്ററി, ജോഗ്രഫി മുതലായ മേഖലകൾ പഠിക്കാനാണ്. ഇതിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഭാഗം ഒരു 5 or 6 വിപ്ലവങ്ങൾ പഠിച്ചാൽ നമുക്ക് 1 മാർക്ക് ഷുവറാണ്, അല്ലേ? അതേപോലെ ഈ കേരള ഹിസ്റ്ററിയും ഇച്ചിരി പ്രയാസമാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നോക്കാൻ താല്പര്യമില്ല, വിട്ടുകളയാം. കാര്യം എന്താണ്? കുറച്ച് മാർക്കേ ഉള്ളൂ. അതേപോലെ ജോഗ്രഫിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് എടുക്കാം. വേണമെങ്കിൽ കേരള ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും വിട്ടുകളയാൻ പറ്റുമാർക്കാണ്, സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ്. നമ്മൾ ഒരിക്കലും വിടരുതാത്ത, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകേണ്ടുന്ന വിഷയങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഇത്രയും വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. കാര്യം ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാര്യം 30 മാർക്കിൽ അല്ലെങ്കിൽ 30 മാർക്കിൽ എങ്ങനെ കളിച്ചാലും നമുക്കൊരു 20 മാർക്കിന് മുകളിൽ കിട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇവിടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് ഈ മാർക്ക്, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മാർക്ക് 30 മാർക്കാണെങ്കിൽ ആ 30ൽ 20 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിൽ തർക്കം വേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ എത്രയാണ് നമുക്കറിയാം, അല്ലേ? ഈ ഒരു ഏരിയ വെച്ചാൽ 20 മാർക്കിൻ്റെ ഏരിയ. 20 മാർക്കിൻ്റെ ഏരിയയിൽ ആക്റ്റുകൾ 5 or 6 ആക്റ്റുകളേ ഉള്ളൂ, അല്ലേ? കേരള ഗവേണൻസ് വളരെ കുറച്ചേ ഉള്ളൂ, എക്കണോമിക്സ് വളരെ കുറച്ചേ ഉള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറച്ചേ ഉള്ളൂ. അതായത് ഈ 20 മാർക്കിൽ നമുക്ക് എങ്ങനെയൊക്കെ കിടന്ന് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് നേടാൻ പറ്റും, അല്ലേ? ഇവിടെ നമുക്ക് ഈ പറയുന്ന ഏരിയ നമ്മൾ നോക്കിയാൽ എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു 16 മാർക്കെങ്കിലും കിട്ടിയിരിക്കും. ഒരെണ്ണം പോകാൻ ചാൻസ് നന്നായിട്ട് നോക്കി അത്രയും നമുക്ക് കിട്ടിയിരിക്കും. 16 മാർക്ക് നമുക്ക് കിട്ടിയിരിക്കും, അല്ലേ? പിന്നെ വീണ്ടും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം പേപ്പറൊക്കെ വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 15 മാർക്കെങ്കിലും നേടാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലെ? ഒരു 15 മാർക്കെങ്കിലും ഉറപ്പായിട്ടും നേടാനായിട്ട് സാധിക്കുന്നതാണ്. 15 മാർക്കെങ്കിലും നേടാനായിട്ട് സാധിക്കും, അല്ലെ? ഒരു 15 മാർക്കെങ്കിലും മിനിമം കറണ്ട് അഫയേഴ്സിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു 15 മാർക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ? പിന്നെ വരുന്ന ഏരിയ വെച്ചാൽ ഈ പറഞ്ഞ സയൻസ് എന്ന് പറഞ്ഞ മേഖലയാണ്. സയൻസ്, ആ മേഖല സയൻസ് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കിയിട്ട് നന്നായിട്ട് നോക്കുക, അല്ലേ? അപ്പോൾ അവിടുന്ന് നമുക്ക് എങ്ങനെയാണ് 15 മാർക്ക്, ഒരു 10 മാർക്കെങ്കിലും നേടാൻ പറ്റും. ഒരു 15ൽ 10 മാർക്കെങ്കിലും ആ ഏരിയയിൽ നിന്ന് നേടാനായിട്ട് സാധിക്കുന്ന രീതിയിൽ അവിടെ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ ഒഴിവാക്കുക, എന്നിട്ട് പഠിക്കുക. അപ്പോൾ എത്രയും 15ഉം 10ഉം, അല്ലെ? 15ഉം 15ഉം 30, 30ഉം 20ഉം, അല്ലെ? 31, 20, 51, 59, 61 മാർക്ക് നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് നമുക്ക് വന്നിട്ടുണ്ട്, അല്ലേ? ഇനി ഇപ്പുറത്താണെങ്കിലോ ആ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആർട്സ് മുതലായ വിഷയങ്ങളിൽ നിന്നാണെങ്കിൽ അവിടെയും 15 ഉണ്ട്. അവിടെ നിന്നും നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 5 മാർക്കെങ്കിലും മിനിമം പിടിക്കാൻ പറ്റും, അല്ലേ? ഈ 15ൽ നിന്ന്, ഇപ്പുറത്തെ 15ൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഒരു 5 മാർക്ക് നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ലേ? 30, 20, 50, 50, 20, 70, 70, അല്ലേ? എത്രയാണ് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞ് എണ്ണം തെറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും നമുക്ക് തെറ്റിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നോക്കിയാൽ ഈ പറഞ്ഞ മാർക്ക് എന്ന് വെച്ചാൽ 20 മാർക്ക്, 30 മാർക്ക് ഇവിടെ കിട്ടി. 30, 20, 50 വന്നു. 50, 20 കറണ്ട് അഫയേഴ്സ് ആണ്, അല്ലേ? കറണ്ട് അഫയേഴ്സിൻ്റെ 50ൽ നമുക്ക് കിട്ടും, 15 മാർക്ക് കിട്ടും. പിന്നെ ഉള്ളത് സയൻസ് മേഖലയിൽ നിന്നുള്ളതാണ്, അല്ലേ? സയൻസ് മേഖലയിൽ നമുക്കുള്ളത് 15 ആണ്. അപ്പോൾ 70ഉം 15ഉം എത്രയായി? 70ഉം 15, 85, അല്ലേ? 30, 3, 2, 5, 2, 7, 8, 8.5, അതന്നെ കറക്റ്റ് 100 മാർക്കായി നമുക്ക്. 85ഉം 15ഉം, അല്ലേ? 100 മാർക്കിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എത്രയും 66 മാർക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വന്നു. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് നോക്കിയാൽ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ധൈര്യമായിട്ട് ഒഴിവാക്കുക. ഒഴിവാക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ആ വിഷയങ്ങളിൽ നന്നായിട്ട് നോക്കുക. അങ്ങനെ നോക്കിയാൽ ഈ 30ൽ 20 മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു 30ൽ 25 മാർക്ക് വരെ കിട്ടും. മലയാളമൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ 8 മാർക്കും കിട്ടും. ഇംഗ്ലീഷും ചിലപ്പോൾ 8 മാർക്ക് കിട്ടും. കണക്കിന് ഒരു 8 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ അത്രയും 24 മാർക്കിലേക്ക് നമുക്കവിടെ ലീഡ് കിട്ടി, അല്ലേ? ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ആക്റ്റും അതേപോലെ കേരള ഗവേണൻസും നോക്കിക്കഴിഞ്ഞാൽ 16 മാർക്കെങ്കിലും നമുക്ക് കിട്ടും. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും. കറണ്ട് അഫയേഴ്സ് ആ പത്രം നോക്കിയാൽ മതി. അതായത് 2023 ഫുള്ള് വേണം, 2024 ഒരു ജൂൺ വരെയുള്ള നോക്കുക. പിന്നെ 2022 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഒരു 3 മാസത്തെ കൂടി നോക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലാസ് കേൾക്കുകയോ നോട്ട് വായിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മാർക്കിനടുത്ത് കറണ്ട് അഫയേഴ്സ് നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ നമ്മൾ
കണ്ടറിഞ്ഞ് പഠിക്കേണ്ടുന്ന സയൻസ് അതേപോലെ തന്നെ ബാക്കിയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ് കൾച്ചർ മേഖലയാണ് കണ്ടറിഞ്ഞ് പഠിക്കേണ്ടത്. ഇങ്ങനെ കണ്ടറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് എന്ന് പറയുന്നത് ഒരു 65 മാർക്ക് അല്ലെങ്കിൽ ഒരു 66 മാർക്ക് നമുക്ക് നേടാനായിട്ട് സാധിച്ചിരിക്കും. അതിൽ കൂടുതൽ മാർക്ക് നമുക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ചെയ്താലും മതി. നമ്മൾ ഏകദേശം ഒരു 80 മാർക്കിനടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ മതി. 100-ൽ 80 ചെയ്ത് കഴിഞ്ഞാൽ 80 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 66 മാർക്കിലേക്ക് സിമ്പിളായിട്ട് എത്തിച്ചേരാൻ പറ്റും. ഇനി അതല്ല, എത്രയാണ് നമ്മൾ 100-ൽ 75 ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നുള്ളൂ എങ്കിലും നമ്മൾ കൃത്യമായ രീതിയിൽ ഒഴിവാക്കുന്ന മേഖലകൾ ഒഴിവാക്കിയിട്ട് ബാക്കി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ 75 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 60 മാർക്കെങ്കിലും നമുക്ക് നേടാനായിട്ട് പറ്റും അല്ലേ. 75 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് 9 എണ്ണമെങ്കിലും തെറ്റിപ്പോയെന്ന് നോക്കുക അല്ലേ. 9 എണ്ണം തെറ്റിപ്പോയാൽ എത്രയായി? നമുക്ക് ഒരു 64 മാർക്ക് വന്നു. ഒരു 3 മാർക്ക് കൂടി പോയാൽ 61 കിട്ടി. സേഫ് മാർക്കാണ്. ഈ രീതിയിൽ എലിമിനേഷൻ ടെക്നിക്ക് നടത്തിക്കൊണ്ട് പോയിട്ട് ചോദ്യങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നില്ല, സബ്ജക്റ്റ് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ ഇനി പഠിച്ച് വിഷയം പൂർത്തിയായിട്ടില്ല എന്ന് കരുതുന്ന ആളുകൾക്ക് ചെയ്ത് മുന്നേറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് പോവുക, പഠിക്കുക, എലിമിനേറ്റ് ചെയ്ത് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.